ഇന്നിപ്പോൾ രാവിലെ നമുക്ക് ചിക്കൻ പാസ്തയും ചായയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ തലേദിവസം ഉണ്ടാക്കിയതിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നേ, അപ്പോൾ അത് രാവിലെ ഇങ്ങനെ മൈക്രോവേവ് ചെയ്ത് എടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് പ്രോസസ്സിലേക്ക് കേട്ടോ. അപ്പോൾ ഫുള്ളൊന്ന് ഞാൻ തുടച്ച് ക്ലീൻ ചെയ്യുവാണ്. എന്നിട്ടാട്ടോ പിന്നെ തൂത്ത് തുടച്ചൊക്കെ ഇടുന്നത്. ആദ്യം പൊടികളും കാര്യങ്ങളും എല്ലാം ഒന്ന് തുടച്ച് എല്ലാം വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇങ്ങനെ തൂക്കാനും തുടയ്ക്കാനൊക്കെ ആയിട്ട് പോകുന്നത് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ രീതിയാണല്ലോ ക്ലീനിങ് എന്ന് പറയുന്നത്. ഞാനിങ്ങനെ ആട്ടോ ചെയ്യുന്നത്. ഇപ്പം ഡ്രിഫ്റ്റിംഗ് ബൈക്ക് ഓടിച്ച് തുടങ്ങിയതിന് ശേഷം ഈ ഒരു എൻ്റെ ഫ്ലോറിൻ്റെ അവസ്ഥ ഇതാട്ടോ. ഫുൾ ആ ഒരു ടയറിൻ്റെ പാടൊക്കെ അവർ ഓടിച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ജസ്റ്റ് വെള്ളം വെച്ച് തുടച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് നീറ്റായിട്ട് മാറും. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ അധികം പാർക്കിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ പിന്നെ അങ്ങ് കളിച്ചോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ ഫുള്ളൊന്ന് അടിച്ച് വാരി തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ലഞ്ചിൻ്റെ പരിപാടിയിലാട്ടോ. അപ്പോൾ തലേ ദിവസം നമുക്ക് ബരക്കൂട ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ് ഐസൊക്കെ മാറാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനിയിപ്പം വൃത്തിയാക്കിയിട്ട് എല്ലാം കട്ട് ചെയ്തിട്ടാണ് വാങ്ങിയിട്ട് വന്നത്. ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത് മസാലയൊക്കെ ഇട്ട് വെക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ ഫ്രൈ ആക്കാനുള്ള മസാല മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഞാൻ ഫ്രൈ ആക്കാനുള്ളത് ഇങ്ങനെ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് ഫ്രൈ ആക്കാനുള്ളത് വെച്ചിട്ട് ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിലേക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിന് ശേഷം മീൻ കറി വെക്കാനായിട്ട് തേങ്ങ അരച്ചിട്ട് തേങ്ങ പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി സോക്ക് ചെയ്തതും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് അരച്ച് നമ്മൾ എന്താ പറയുക ഫിഷും മുരിങ്ങയ്ക്കയും കട്ട് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇനിയിപ്പം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുക്കറിലാട്ടോ ചോറ് വയ്ക്കുന്നത്. അപ്പം അതിന് ഒരു വിസിൽ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടാകും. അങ്ങനെ ഇതേ ചോറൊക്കെ റെഡിയാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ തോരനാക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ബീട്രൂട്ടാട്ടോ അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കുവാണ്. അതിനുശേഷം ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ബീട്രൂട്ട് ഇട്ട് ചെറിയ തീയിലിട്ടിട്ട് ഉപ്പ് ഇട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഒതുക്കി അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ബീട്രൂട്ട് തോരൻ റെഡിയാവും കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഫിഷും കൂടി ഫ്രൈ ആക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആവുന്ന സമയത്ത് ആ ഒരു പാത്രങ്ങളും ഫുള്ള് കഴുകി വെച്ച് ആ ഒരു കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കിംഗ് കഴിയുമ്പോഴേക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്ലീനിങ്ങും ഫിനിഷ് ആയിട്ടുണ്ടാവുമേ. അങ്ങനെ നമ്മളെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനിയിപ്പം ഊണ് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.